ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ ഏർലി സ്റ്റേറ്റ്സ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഏർലി സ്റ്റേറ്റ്സ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Early states. The children of Tingalmedu Government School are very happy. Everyone has reached the conference hall to watch the broadcast of the cultural exchange program. The headmaster began to speak. അപ്പോൾ തിങ്കൽമേട് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഹെഡ്മാസ്റ്റർ സംസാരിക്കാൻ തുടങ്ങി. ഡിയർ ചിൽഡ്രൻ, ഹാവ് യു ഹേർഡ് അബൌട്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം? നിങ്ങൾ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദീസ് പ്രോഗ്രാംസ് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റീജിയൻസ്. ഈ പ്രോഗ്രാം നിങ്ങളെ എന്തിനു സഹായിക്കും? വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ വ്യത്യസ്ത റീജിയൻസിൻ്റെ ചരിത്രവും അവരുടെ കൾച്ചറും അറിയാൻ, അത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. എവറി ഇയർ സച്ച് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ആർ ഓർഗനൈസ്ഡ്, ബ്രിങ്ങിങ് ടുഗെദർ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം വേരിയസ് കൺട്രീസ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ആ രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്, പ്രതിനിധികളായിട്ട് ഇതിൽ പങ്കെടുക്കും. ദിസ് ഇയർ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഗ്രീസ്, ഇറാൻ ആൻഡ് ഇറ്റലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രോഗ്രാംസ് ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യ. ഇന്ത്യയാണ് ഇത്തവണ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണത്, സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്? ഗ്രീസ്, ഇറാൻ, ഇറ്റലി, ഇവിടെ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈച്ച് റെപ്രസെൻറ്റേറ്റീവ് ഷെയർഡ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദർ റെസ്പെക്റ്റീവ് കൺട്രി. ലെറ്റ്സ് എക്സ്പ്ലോർ ദം. ഓരോ രാജ്യത്തെ പ്രതിനിധികളും ആ കുട്ടികളും അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരം, കൾച്ചറും നമ്മളോട് പറയും, ഷെയർ ചെയ്യും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത്. സോ നമുക്ക് നോക്കാം. അദീന ഫ്രം ഗ്രീസ്. അപ്പോൾ ഗ്രീസിൽ നിന്നുള്ളൊരു കുട്ടിയാണ് അദീന അവളുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഷെയർ ദിസ് ഡീറ്റെയിൽസ് ഓഫ് അവർ ഹോം കൺട്രി ബൈ ഡിസ്പ്ലേയിങ് ദ ഒളിമ്പിക് സിമ്പിൾ. അപ്പം നമ്മൾ ഗ്രീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒളിമ്പിക് സിമ്പിൾ ഈ കുട്ടി ഷെയർ ചെയ്തിരിക്കുന്നത്. എന്താ പറയണം നോക്കാം. ഫ്രണ്ട്സ്, യു ആർ ഫെമിലിയർ വിത്ത് ദി സിമ്പിൾസ്. ഈ സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദ ഒളിമ്പിക്സ് ഇൻ വിച്ച് ദ ഹോൾ വേൾഡ് എന്തൂസിയാസ്റ്റിക്കലി പാർട്ടിസിപ്പേറ്റ്സ് ടുഡേ ഒറിജിനേറ്റഡ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. ഇന്ന് നമ്മൾ എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ പോയി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒളിമ്പിക്സ് എവിടെയാണ് ഉത്ഭവിച്ചത്, ഒറിജിനേറ്റ് ചെയ്തത് ചോദിച്ചാൽ ഗ്രീസിലാണ് കേട്ടോ. ദ ഡെമോക്രസി ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. ഗ്രീസ് എവിടെയാണ്? യൂറോപ്പിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഗ്രീസ് എന്ന കൺട്രി ഉള്ളത്. മൈ കൺട്രി ഈസ് റിച്ച് ഇൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ച് എസ് ഐസൊലേറ്റഡ് വാലീസ് ലൊക്കേറ്റഡ് ഹൈ എബവ് ദ സീ ലെവൽ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. താഴ്വരകളുണ്ട്, കുന്നുകളുണ്ട്, അതുപോലെ ചെറിയ ചെറിയ മൗണ്ടെയിൻസ് ഒക്കെ നിറഞ്ഞതാണ് ഗ്രീസ്. ഓക്കെ, you have listened to Adina's description. What are the details you have got from it? അപ്പോൾ നിങ്ങൾ അദീന പറഞ്ഞത് വായിച്ചില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഗ്രീസിനെ കുറിച്ച് കിട്ടിയത്? ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. അപ്പോൾ പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആദ്യമായിട്ട് തുടങ്ങിയത്. അത് ആദ്യത്തെ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ്. ഡെമോക്രസി, ജനാധിപത്യം, ആ ഡെമോക്രസി എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? ഗ്രീക്ക് സിറ്റി ആയിട്ടുള്ള ഏതൻസിലാണ്. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. ഗ്രീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണേ? സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ്. ഗ്രീസ് ഈസ് റിച്ച് ഇൻ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഒരുപാട് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള രാജ്യമാണ് ഗ്രീസ്. ഓക്കെ, ഇനി ഗ്രീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്. ഇൻ ആൻഷ്യൻ ഗ്രീസ് വില്ലേജസ് വർ ദ മെയിൻ സെറ്റിൽമെൻറ്റ്സ്. പണ്ടത്തെ ഗ്രീസിൽ വില്ലേജസ് ആയിരുന്നു മെയിൻ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ്. ആസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്പ് സിറ്റീസ് വേർ ഫോംഡ്. പിന്നീട് കൃഷിയും വ്യാപാരവും ഒക്കെ ഡെവലപ്പ് ആയപ്പോൾ സിറ്റീസ് ഫോം ചെയ്തു. വില്ലേജസ് സിറ്റീസ് ആയിട്ട് മാറുകയാണ്. ഇവൻച്വലി എ സിറ്റി ആൻഡ് എ നമ്പർ ഓഫ് സറൗണ്ടിങ് വില്ലേജസ് കെയിം ടുഗെദർ ആൻഡ് ബിഗൻ ടു ട്രാൻസ്ഫോം ഇൻ ടു സിറ്റി സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു സിറ്റിയും അതിൻ്റെ ചുറ്റുമുള്ള വില്ലേജസ്
റീജിയൻസും കൂടി ഒരുമിച്ചിട്ട് എന്തായിട്ട് മാറുകയാണ്, സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫോം ആവുകയാണ്. ദീസ് സിറ്റി സ്റ്റേറ്റ്സ് വർ നോൺ ആസ് പോളിസ്. അപ്പോൾ ഈ സിറ്റി സ്റ്റേറ്റ്സിനെ പറയുന്ന പേരെന്താ, പോളിസ് എന്നാണ് കേട്ടോ. വാട്ട് ഈസ് പോളിസ് ചോദിച്ചാൽ സിറ്റി സ്റ്റേറ്റ്സ് ടുഗെദർ നമ്മൾ പറയുന്നത് പോളിസ് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു മാപ്പ് ഇവർ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. ആൻഷ്യൻ ഗ്രീസിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മേജർ സിറ്റി സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ട് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഗ്രീസിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. ഗ്രീസിൽ അതൊന്ന് എൻലാർജ് ചെയ്ത് വലുതാക്കി കാട്ടിയപ്പോൾ അവിടെ നമുക്ക് 4 സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. കോറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട. ഓക്കെ, ആൻഷ്യൻ ഗ്രീസിലെ ഇമ്പോർട്ടൻറ്റ് സിറ്റി സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്കിവിടെ എഴുതി കൊടുക്കാം. തീബ്സ്, കോറിന്ത്, ഏതൻസ്, സ്പാർട്ട. Sea or high mountains separated these city states of ancient Greece from each other. അപ്പോൾ ഓരോ സിറ്റി സ്റ്റേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഇടയിൽ ഒന്നിലേക്ക് കടലുണ്ടാവും അല്ലെങ്കിൽ മൗണ്ടെയിൻ ഉണ്ടാവും കേട്ടോ. സോ ഈ സിറ്റി സ്റ്റേറ്റ് വാസ് ഐസൊലേറ്റഡ്. ഓരോ സിറ്റി സ്റ്റേറ്റും ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബിക്കോസ് ഓഫ് ദിസ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ആബ്സെന്റ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. അതുകൊണ്ട് തന്നെ അതായത് ഒരുമിച്ചുള്ള ഒരു ഭരണമോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമോ എവിടെ ഉണ്ടായിരുന്നില്ല, ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാം ഐസൊലേറ്റഡ് ആണ്, എല്ലാ സിറ്റി സ്റ്റേറ്റും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഏതൻസ് ആൻഡ് സ്പാർട്ട വർ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. ഗ്രീസിലെ മെയിൻ ആയിട്ടുള്ള സിറ്റി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൻസും സ്പാർട്ടയും ആണ് കേട്ടോ, 2 എണ്ണം. നമുക്ക് അതിൽ ഏതൻസിനെ കുറിച്ച് നോക്കാം. ഹൗ ഡു യു ചൂസ് യുവർ ക്ലാസ് ലീഡർ ആൻഡ് സ്കൂൾ ലീഡർ? നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ് ലീഡറിനെയും സ്കൂൾ ലീഡറിനെയും സെലക്ട് ചെയ്യുക? നമ്മൾ എന്താ ചെയ്യുക? ത്രൂ കളക്റ്റീവ് ഡിസിഷനോ വോട്ടിംഗ് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും, എല്ലാ കുട്ടികളുടെയും താല്പര്യം എന്താണെന്ന് നോക്കൂല, എന്നിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട്, അല്ലെങ്കിൽ വോട്ടിംഗ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വോട്ട് ചെയ്യും. ഇങ്ങനെയല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ബൈ വിച്ച് ദ പീപ്പിൾ എലക്ട് ദെയർ റൂളേഴ്സ് ഇൻ ദിസ് വേ? അപ്പോൾ ഇങ്ങനെ കളക്റ്റീവ് ഡിസിഷനിലൂടെയും വോട്ടിങ്ങിലൂടെയും നമ്മൾ നമ്മുടെ പ്രതിനിധികളെ, റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യില്ലേ, നമ്മുടെ റൂളേഴ്സിനെ സെലക്ട് ചെയ്യില്ലേ, അതിന് പറയുന്ന പേരെന്താണ്? democracy. Okay, the initial form of democracy originated in the Greek city state of Athens. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. The initial form of democracy originated in the Greek city of dash. അപ്പോൾ ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് എവിടെയാണ് ഈ ഡെമോക്രസി ഒറിജിനേറ്റ് ചോദിച്ചാൽ ആൻസർ ഗ്രീസ് ആണ് കേട്ടോ. All men having citizenship in Athens participated in electing rulers and making laws. അപ്പോൾ ഈ ഏതൻസിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം, സിറ്റിസൺഷിപ്പ് എല്ലാവർക്കും ഈ ഇലക്ഷനിൽ പങ്കെടുക്കാം, റൂളേഴ്സിനെ എലക്ട് ചെയ്യാം. വിമൻ, സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. പക്ഷേ അവിടെ ആർക്ക് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് ഇല്ല? അവിടുത്തെ പൗരനായിട്ട് വിമൻസിനെയോ സ്ലേവ്സിനെയോ ഫോറിനേഴ്സിനെയോ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല, അവർക്ക് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് ഇല്ല. അപ്പോൾ സ്ത്രീകൾക്ക്, അടിമകൾക്ക്, പുറത്തുനിന്ന് വന്ന ഫോറിനേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പെരിക്ലസ് ദാറ്റ് democracy began to expand in Athens. The political body of Athens was known as the assembly. അപ്പോൾ പെരിക്ലസ് എന്ന് പറഞ്ഞ റൂളർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഡെമോക്രസി, ജനാധിപത്യം ഒന്ന് എക്സ്പാൻഡ് ആയത്. ഡെമോക്രസി എല്ലാവിടേക്കും ഒന്ന് എക്സ്പാൻഡ് ആയി ഏതൻസിൽ. ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ്, അങ്ങനെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ട് അവർ ഒരു പൊളിറ്റിക്കൽ ബോഡി ഉണ്ടാക്കി. ആ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് എന്ത് പേരിൽ അറിയപ്പെട്ടു? അസംബ്ലി. ഓക്കെ, now let's get familiar with other features of Athens. Athensile വേറെ ഫീച്ചേഴ്സ് നോക്കാം. A system of education that gave importance to art and culture. ഓക്കെ, അപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു ചോദിച്ചാൽ കല അതുപോലെ തന്നെ സംസ്കാരം രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. ആർട്ട് ആൻഡ് കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസമായും എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു അവിടെ. 2 years ഓഫ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. ആൺകുട്ടികളാണെങ്കിൽ 2 വർഷം നിർബന്ധമായിട്ടും മിലിറ്ററി സർവീസ് ചെയ്തിരിക്കണം. എ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി. അവിടുത്തെ നേവിയും മിലിറ്ററിയും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഏതൻസിനെ കുറിച്ചുള്ള കഥ. ഇനി ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ സിറ്റിസൺസ് ഓഫ് ഏതൻസ്. അപ്പോൾ ഏതൻസിലെ പൗരന്മാർ ആരൊക്കെ, സിറ്റിസൺസ് ആരൊക്കെ ചോദിച്ചാൽ നോട്ട് എവറി വൺ വാസ് കൺസിഡേർഡ് എ സിറ്റിസൺസ് ഇൻ ഏതൻസ്. ടു ഗെറ്റ് സിറ്റിസൺഷിപ്പ് ദർ വർ കണ്ടീഷൻസ് സച്ച് എസ് എ പേഴ്സൺ ഹാഡ് ടു ബി എ ഫ്രീ മാൻ ആൻഡ് ഹാവ് ബോത്ത് പാരൻസ് ആസ് അഥീനിയൻസ്. അപ്പോൾ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുക പറഞ്ഞാൽ ഈസി അല്ല കേട്ടോ. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഒരാൾക്ക് അവിടുത്തെ പൗരത്വം, സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അയാൾ
അയാളൊരു ഫ്രീ മാൻ ആയിരിക്കണം എന്ന്, അതുപോലെ തന്നെ അയാളുടെ പാരൻസ് അച്ഛനും അമ്മയും അഥീനിയൻസ് പറഞ്ഞാൽ ഏതൻസിൽ തന്നെ ഉള്ളവരായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, അഥീനിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ഇനി ആരാണ് പെരിക്ലസ് എന്ന് നോക്കാം. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് പെരിക്ലസ് വൺ ഓഫ് ഏതൻസ് മോസ്റ്റ് പവർഫുൾ റൂളർ. അപ്പോൾ ഏതൻസിലെ ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലസ്. ദാറ്റ് ഏതൻസ് അച്ചീവ്ഡ് എ പ്രോമിനന്റ് സ്റ്റാറ്റസ് എമംഗ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്. അപ്പോഴാണ് ഏതൻസിന് ഒരു ഇമ്പോർട്ടൻസ്, ഗ്രീക്കിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായത് പെരിക്ലസിൻ്റെ കാലഘട്ടത്തിലാണ്. പെരിക്ലസ് മെയിൻറ്റെയിൻ ദ ഐഡിയ ദാറ്റ് പവർ ഷുഡ് ബി ഷെയർഡ് എമംഗ് ഓൾ സിറ്റിസൺസ് റാദർ ദാൻ ബീങ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ. പെരിക്ലസിൻ്റെ ഐഡിയ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഭരണം എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൺസിനും ഷെയർ ചെയ്യപ്പെടണം, എല്ലാവരും മാറി മാറി അധികാരത്തിൽ വരണം അല്ലേ. ഒരാളിൽ തന്നെ ഒരു അധികാരം നിൽക്കാതെ എല്ലാവർക്കും അധികാരങ്ങൾ കിട്ടണം, മാറി മാറി ഭരണം വരണം എന്നായിരുന്നു പെരിക്ലസിൻ്റെ ഒരു ഒപ്പീനിയൻ, അയാളുടെ കാഴ്ചപ്പാട്. നെക്സ്റ്റ് സ്പാർട്ടയെ കുറിച്ച് നോക്കാം. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിലെ അടുത്ത ഒരു രാജ്യം സിറ്റി സ്റ്റേറ്റ് ആണ് സ്പാർട്ട. അൺലൈക്ക് ഏതൻസ്, സ്പാർട്ട ഹാഡ് ആൻ അരിസ്റ്റോക്രാറ്റിക് റൂൾ. അപ്പോൾ ഏതൻസ് പോലെയല്ല, സ്പാർട്ടയിൽ അരിസ്റ്റോക്രാറ്റിക് റൂളാണ് ഉണ്ടായിരുന്നത്. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സ്പാർട്ട എംഫസൈസ്ഡ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് മിലിറ്ററി ട്രെയിനിങ്. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിലായിരുന്നു, ട്രഡീഷണൽ വാല്യൂസ്, അവരുടെ ട്രഡീഷൻ ഫോളോ ചെയ്ത്, പിന്നെ അതുപോലെ മിലിറ്ററി ട്രെയിനിങ് ആയിരുന്നു അവർ എഡ്യൂക്കേഷനിൽ കൂടുതൽ ഉൾപ്പെടുത്തിയത്. ഇൻ സ്പാർട്ട ബോയ്സ് വർ റിക്വയർഡ് ടു സെർവ് ഇൻ ദ മിലിറ്ററി ഫോർ 23 years. അപ്പോൾ 23 വയസ്സ് അല്ലേ, 23 വർഷം എന്ത് ചെയ്യണമായിരുന്നു, ബോയ്സ് മിലിറ്ററി സർവീസ് അവിടെ മസ്റ്റായിരുന്നു, സെർവ് ചെയ്യണം രാജ്യത്തിന് വേണ്ടിയിട്ട്. മിലിറ്ററിയിൽ ഒരു ബോയ് ആണെങ്കിൽ സെർവ് ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. പ്രസന്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട ഇൻ ഡയലോഗ് ഫോം. നമുക്ക് അടുത്ത് ചെയ്യാൻ തന്നിരിക്കുന്നത് ഏതൻസിൽ നിന്നുള്ള ഒരു കുട്ടീനെയും തന്നിട്ടുണ്ട്, അവിടെ സ്പാർട്ടയിൽ നിന്നുള്ളതും. അവരവരുടെ രാജ്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണ്. ഏതൻസിൽ നിന്നുള്ള ഗേൾ എന്താണ് അവിടെ പറയുന്നത്, അവർ കൺട്രി ഈസ് നോൺ ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി. എൻ്റെ രാജ്യമാണ് ജനാധിപത്യത്തിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ബോയ് പറയുന്നു, ഇൻ അവർ കൺട്രി ബോയ്സ് ആർ റിക്വയർഡ് ടു സെർവ് ഇൻ ദ മിലിറ്ററി ഫോർ 23 years. ഞങ്ങളുടെ രാജ്യത്ത് ബോയ്സ് 23 വർഷം മിലിറ്ററി സർവീസ് നിർബന്ധമായിട്ടും, നമുക്ക് മിലിറ്ററിയിൽ ചേരാൻ താല്പര്യമില്ലെങ്കിലും നമ്മളത് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, സെർവ് ചെയ്തിരിക്കണം, രാജ്യത്തിനെ സേവിച്ചിരിക്കണം എന്നാണ്. വി ആർ ഫോളോവിങ് അരിസ്റ്റോക്രാറ്റിക് റൂൾ. ഞങ്ങളുടെ രാജ്യത്ത് ഡെമോക്രസി ഇല്ല, അരിസ്റ്റോക്രാറ്റിക് റൂളാണ്. ഓക്കെ, നെക്സ്റ്റ് the Persian Empire, which was hostile to the Greek city-states, was invaded and conquered by a combined army of Athens and Sparta. These wars are known as the Greco-Persian Wars. അടുത്തത് എന്താണ് ഗ്രീക്കോ-പേർഷ്യൻ വാർ എന്ന് ചോദിച്ചാൽ ഉള്ള ആൻസർ ആണ് ഇവിടെ വരുന്നത്. അതായത് ഗ്രീക്കോ-പേർഷ്യൻ വാർ നടന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, ഒരു യുദ്ധം നടക്കുന്നുണ്ട് അല്ലേ. ഏതൻസ് ആൻഡ് സ്പാർട്ടയുടെ കമ്പൈൻ ആർമീനെ കോൺകർ ചെയ്യുന്നുണ്ട്. പേർഷ്യൻ എംപയർ ആണ് അടുത്ത് വരുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് മാരത്തോൺ റേസ്, അതുപോലെ ഹെറോഡോട്ടസ് ആൻഡ് തൂസിഡൈഡ്സ് ആരൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിക്കാൻ വേണ്ടിയാണ് കേട്ടോ, നിങ്ങൾ വായിച്ച് വിടുക. അടുത്തത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. സോക്രേറ്റ്സ്, പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ വർ ദ മേജർ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഹു ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. അപ്പോൾ രാജ്യത്തിനെ സ്വാധീനിച്ച ഗ്രീക്ക് ചിന്തകന്മാരാണ് സോക്രേറ്റ്സ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. സോക്രേറ്റ്സിനെ കുറിച്ച് നോക്കാം. എംഫസൈസ്ഡ് that knowledge is virtue, propagated ideas through the method of logical discussion. സോക്രാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നോളേജ് ഈസ് വിർഷ്യൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡിയ. അദ്ദേഹം എന്ത് ചെയ്തു, ലോജിക്കൽ, അതായത് ഡിസ്കഷനിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുക, ഐഡിയാസ് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പ്ലാറ്റോ ആണ് ഡിസിപ്പിൾ ഓഫ് സോക്രേറ്റ്സ്. സോക്രേറ്റ്സിൻ്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ. ഫൗണ്ടഡ് എ സ്റ്റഡി സെൻറ്റർ അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്റ്റഡി സെൻറ്റർ സ്ഥാപിച്ചത് പ്ലാറ്റോ ആണ്. പ്ലാറ്റോയുടെ ഫേമസ് വർക്കാണ് ദ റിപ്പബ്ലിക്.
അത്രയും മതി അവിടുന്ന്. അരിസ്റ്റോട്ടിൽ പ്ലാറ്റോൻ്റെ സ്റ്റുഡൻ്റാണ്. പ്ലാറ്റോൻ്റെ അക്കാഡമി എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി സെൻറ്റർ പറഞ്ഞില്ലേ, പ്ലാറ്റോ അക്കാഡമിയിൽ ആ ഒരു സ്റ്റഡി സെൻറ്ററിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു അരിസ്റ്റോട്ടിൽ. അപ്പോൾ പ്ലാറ്റോൻ്റെ സ്റ്റുഡൻ്റാണ് അരിസ്റ്റോട്ടിൽ. എക്സ്റ്റാബ്ലിഷ്ഡ് സ്റ്റഡി സെൻറ്റർ കാൾഡ് ദ ലൈസിയം. അപ്പോൾ അരിസ്റ്റോട്ടിലും ഒരു സ്റ്റഡി സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്, അതിൻ്റെ പേര് ലൈസിയം. പിന്നെ അരിസ്റ്റോട്ടിലിൻ്റെ ബുക്കാണ് പൊളിറ്റിക്സ്. ഇതിൽ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാറ്റോ അക്കാഡമി എന്നുള്ള സ്റ്റഡി സെൻറ്റർ സ്ഥാപിച്ചപ്പോൾ അരിസ്റ്റോട്ടിൽ ലൈസിയം എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. രണ്ടാൾക്കും ഓരോ വർക്കുകളുണ്ട്. പ്ലാറ്റോൻ്റെ വർക്ക് റിപ്പബ്ലിക്കും അരിസ്റ്റോട്ടിലെ വർക്ക് പൊളിറ്റിക്സും. നെക്സ്റ്റ്, details about ancient Greek culture are obtained from Homer's epic poems, the Iliad and the Odyssey. നമുക്ക് ഈ ഗ്രീക്ക് കൾച്ചറിൻ്റെ, ഗ്രീക്കുകാരുടെ സംസ്കാരത്തെക്കുറിച്ചും പണ്ടത്തെ ഗ്രീക്കിനെ കുറിച്ചുമുള്ള ഐഡിയാസ് കിട്ടുന്നത് ഹോമർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ എപ്പിക് പോയംസ് ഒക്കെ എഴുതുന്ന ആളാണ്. അയാളുടെ പോയമായ ഇലിയഡും ഒഡീസിയിൽ നിന്നും പണ്ടത്തെ ഗ്രീക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു എക്സ്ട്രാ റീഡിങ്ങിന് ഇലിയഡിലെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ്. നെക്സ്റ്റ്, പേർഷ്യൻ എംപയർ. അപ്പോൾ ഗ്രീക്കുകാരുടെ കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് പേർഷ്യൻ എംപയർ. പേർഷ്യയിൽ നിന്ന് വന്നൊരു ബോയാണ് ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് നോക്കാം. Friends, our country Iran has Persian cultural heritage. The Persian Empire was the most important empire that existed at that time. The Persian Empire was a mixture of diverse cultures, languages and traditions. Different geographical territories were part of this empire. Persepolis was the capital of this empire. Okay. അപ്പോൾ ആ കുട്ടി പറയാണ് ഞങ്ങളുടെ കൺട്രി ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. ഇറാനാണ് ഈ കുട്ടിയുടെ കൺട്രി, പക്ഷേ ഇറാനിൽ പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. പണ്ട് പേർഷ്യ എന്നറിയപ്പെട്ടതാണ് ഇറാൻ ഇപ്പോഴത്തെ. ഓക്കെ, അപ്പോൾ പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എംപയർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ലാംഗ്വേജസ്, ട്രഡീഷൻസ്, ജിയോഗ്രഫിക്കൽ ടെറിട്ടറീസ് എല്ലാം ഈ എംപയറിൻ്റെ ഭാഗമാണ്. പെർസിപ്പോളിസ് ആണ് ഇവരുടെ എംപയറിൻ്റെ ക്യാപിറ്റൽ, പേർഷ്യൻ എംപയറിൻ്റെ. ഓക്കെ, and you have listened to Jahan's description who presented Iran in the cultural exchange program. ഇറാനെ റെപ്രസെൻ്റ് ചെയ്തിട്ടിരിക്കുന്ന കുട്ടിയാണിത്. What are the ideas that we get from Jahan's description? ജഹാൻ പറയുന്നതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഐഡിയാസ് കിട്ടും നോക്കാം. ആദ്യത്തെ, ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ പേർഷ്യയുടെ സാംസ്കാരിക ഹെറിറ്റേജ് ഉള്ളതാണ് ഇറാന്. ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ടെറിട്ടറീസ് വർ പാർട്ട് ഓഫ് ദിസ് എംപയർ. പെർസിപ്പോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് എംപയർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ കുട്ടി പറയുന്നതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അടുത്തത്, ദ പ്രോമിനൻറ്റ് റൂളേഴ്സ് ഓഫ് ദ പേർഷ്യൻ എംപയർ വർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രോമിനൻ്റ് ആയിട്ടുള്ള പേർഷ്യൻ ഭരണാധികാരികൾ ആരൊക്കെ? സൈറസ്, ഡാരിയസ് ഫസ്റ്റ്, സെർസസ്. ഓക്കെ, Persian administrative system നോക്കിക്കോളൂ. The vast empire was divided into several satrapies, provinces for administrative convenience. അപ്പോൾ വലിയ എംപയർ ആണ്, വലിയ സാമ്രാജ്യമാണ്. ആ വലിയ സാമ്രാജ്യത്തിനെ ഡിഫറെൻ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു പ്രൊവിൻസസ് ആയിട്ട് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവർ വിഭജിച്ചു. These satrapies were under governors known as satraps. അപ്പോൾ ഈ ഒരു പ്രൊവിൻസസ് ഒക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഗവർണർമാരാണ്, അവനെ സത്രാപ്സ് എന്നറിയപ്പെട്ടു. And these satraps enforced the laws and tax system of the king in the satrapies. ഓക്കെ, ഇവരാണ് അവിടെ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ടാക്സ് പിരിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഈ സത്രാപ്പീസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ദ സൊറാസ്ട്രിയൻ ഫിലോസഫി. പേർഷ്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ഫിലോസഫിയാണ് സൊറാസ്ട്രിയൻ ഫിലോസഫി. സൊറാസ്ട്രിയൻ ഫിലോസഫിയുടെ ഫൗണ്ടർ സൊറാസ്ട്രർ ആണ്. സൊറാസ്ട്രർ അതുപോലെ തന്നെ ബിലീവ്ഡ് ഇൻ വൺ ഗോഡ് കാൾഡ് അഹുറ മസ്ത. അപ്പോൾ ഒരു ദൈവത്തിലാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, ആ ദൈവമാണ് അഹുറ മസ്ത. സെൻറ്റ് അവസ്ഥ വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്. ഇവരുടെ റിലീജിയസ് ആയിട്ടുള്ള ബുക്കാണ് സെൻറ്റ് അവസ്ഥ. ഓക്കെ, സൊറാസ്ട്രിയൻ ഫിലോസഫി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ടു ഓർഗനൈസ് എ ക്വിസ് ഓൺ ദ പേർഷ്യൻ എംപയർ ആൻഡ് ഇറ്റ്സ് കൾച്ചർ. പേർഷ്യൻ എംപയറിൻ്റെയും സംസ്കാരത്തിനെയും കുറിച്ച് ക്വിസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. Who were the prominent rulers in of the Persian Empire? Cyrus, Darius first, Xerxes. Who was the founder of Zoroastrian philosophy? Zoroaster. What were the characteristics of Zoroastrian philosophy? Founded by Zoroaster, believed in one god called Ahura Mazda. Zend Avastha was the religious text. അത്രയും മതി കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അതിൽ നിന്ന്. അടുത്തതാണ് റോമൻ എംപയർ. അടുത്ത കുട്ടി റോമിൽ നിന്ന് ആയിരിക്കും, നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് എലീന. മൈ കൺട്രി ഇറ്റലി വാസ് പാർട്ട് ഓഫ് റോമൻ എംപയർ. ഓക്കെ, ആ കുട്ടി റോമൻ എംപയറിൻ്റെ ഭാഗമായ ഇറ്റലി എന്ന രാജ്യത്തു നിന്നാണ് വരുന്നത്. ദ സിറ്റി ഓഫ് റോം ഈസ് കൺസിഡർഡ് ടു ബി ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന സിറ്റി ഓഫ് റോമാണ്. റോമിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അത്. ദ എക്സ്പ്രഷൻ ഓൾ റോഡ്സ് ലേഡ് ടു റോം ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് എംപയർ. ഇൻ ദ ഏർലി ഡേയ്സ് റോം വാസ് എ മൊണാർക്കി. പണ്ട് റോം ഒരു മൊണാർക്കി ആയിരുന്നു. അതായത് ഏകഭരണമാണ്, നമ്മുടെ ഡെമോക്രസി അല്ല കേട്ടോ ഉണ്ടായിരുന്നത്, മൊണാർക്കി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹൗവർ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം റിബല്യൻസ് അറോസ് അഗൈൻസ്റ്റ് ദ റൂളേഴ്സ്. രാജഭരണം അങ്ങനെയൊക്കെ പറയാം നമുക്കതിൽ. അപ്പം rebellions arose against the rulers who were not concerned about the people, and the monarchy entered in the 6th century BC. അപ്പോൾ അന്ന് ഭരിച്ച ഭരണാധികാരികൾക്കെതിരെ പ്രശ്നങ്ങൾ, കലാപങ്ങൾ വന്നു, റിബല്യൻസ് വന്നു. അങ്ങനെ 6ാം നൂറ്റാണ്ടിൽ എന്ത് അവസാനിച്ചു? മൊണാർക്കി അവസാനിച്ചു. ദെൻ എ ന്യൂ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് കോൾഡ് ദ റിപ്പബ്ലിക്. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ റിപ്പബ്ലിക് ഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ റോമിലെ റിപ്പബ്ലിക്കൻ ആശയം വരികയാണ്. ദ റൈസ് ഓഫ് റിപ്പബ്ലിക് വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ റോം. ഓക്കെ, note down the information got from Elena's description of ancient Rome. അപ്പോൾ റോമിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ്, റോം ഈസ് കൺസിഡർഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. റോം വാസ് എ മൊണാർക്കി. ഇൻ ദ 6th century BCE the monarchy entered and new system of government called the republic came into existence in Europe. The rise of the republic was a major turning point in the history of ancient Rome. ഇത്രയും തന്നെയാണ് നമ്മൾ അവിടെയും പറഞ്ഞത്, അത് തന്നെയാണ് ഇതിലും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റോമിലെ ഇലക്റ്റഡ് ഒഫീഷ്യൽസിനെ കൺസേൾസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇൻ ദ 1st century BC ജൂലിയസ് സീസർ, ഹു ഹെൽഡ് ദി ഓഫീസ് ഓഫ് കൺസൾ, എൻറ്റർഡ് ദ റിപ്പബ്ലിക്കൻ സിസ്റ്റം ആൻഡ് അസ്യൂംഡ് പവർ ആസ് എ ഡിക്റ്റേറ്റർ. പക്ഷേ ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം എന്താവുകയാണ്? അവസാനിപ്പിക്കാൻ ആര് വരും? ജൂലിയസ് സീസർ വരും. ജൂലിയസ് സീസർ വന്നിട്ട് ഈ കൺസൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാക്കും. എന്നിട്ട് റിപ്പബ്ലിക്കൻ സിസ്റ്റം അവസാനിപ്പിക്കും. അതായത് ആൾക്കാരുടെ ഒരു ഭരണമാണ് റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിൽ വരിക. അത് അവസാനിപ്പിച്ച് അദ്ദേഹം ഒരു ഏകാധിപത്യ ഭരണം അവിടെ കൊണ്ടുവരും, ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടുവരികയാണ് കേട്ടോ. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അഗസ്റ്റസ് ദാറ്റ് റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷൻ കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ. പിന്നീട് അഗസ്റ്റസ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയുടെ വരുന്നുണ്ട് ഇവിടെ, അഗസ്റ്റസ്. അയാളുടെ പീരീഡിൽ റോമൻ റിപ്പബ്ലിക് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസിഷൻ എന്തായിട്ട് മാറുകയാണ്? റോമൻ എംപയർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ റോമനിലെ റിപ്പബ്ലിക് റോമൻ സാമ്രാജ്യമായിട്ട് മാറുന്നത് ആരുടെ പീരീഡിലാണ്? അഗസ്റ്റസിൻ്റെ പീരീഡിലാണ് കേട്ടോ. വിത്ത് ദിസ് ദ എംപറർ ബിക്കെയിം ദ സുപ്രീം റൂളർ. അഗസ്റ്റസ് ഒരു സുപ്രീം റൂളറായിട്ട് മാറും ഇതോട് കൂടിയിട്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഉള്ളത്, നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണിത്, ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ. റോമൻ എംപയറിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. The Roman Empire was a vast empire that spread across Europe, North Africa and West Asia. കണ്ടല്ലോ, ഒരു ഭാഗത്ത് മാത്രമുള്ള ഒരു എംപയർ അല്ല ഇത്. യൂറോപ്പിൽ, നോർത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഏഷ്യയിലെല്ലാം സ്പ്രെഡായി കിടക്കുന്ന ഒരു സാമ്രാജ്യമാണ്. The Roman emperors were known as princeps, the first citizen. റോമൻ ഭരണാധികാരികൾ അറിയപ്പെട്ടത് എങ്ങനെ? പ്രിൻസപ്പ് എന്ന പേരാണ്. ഫസ്റ്റ് സിറ്റിസൺ എന്നാണ് പ്രിൻസപ്പിൻ്റെ മീനിങ്. The system of governance led by the princeps was called the principate. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ, അവർ കൊണ്ടുപോകുന്ന ആ ഒരു ഗവേണൻസ്, ഭരണം, അതിനെ നമ്മൾ പ്രിൻസിപ്പേറ്റ് എന്ന് വിളിച്ചു. അഗസ്റ്റസ് എക്സ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. ഈ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം കൊണ്ടുവന്ന റൂളർ ആരാണ്? അഗസ്റ്റസ് ആണ്. ദർ വാസ് എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സർവീസ് ഫോർ റെഗുലർ വേജസ്. അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർമി ഉണ്ടായിരുന്നു. പക്ഷേ ആർമി സെർവ് ചെയ്തത് റെഗുലർ വേജസിനാണ് കേട്ടോ. അവർക്ക് ഇത്ര റെഗുലർ ആയിട്ട് വേജസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സാലറി അല്ല, വേജസിലാണ് അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് റോമിൻ്റെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഏതൊക്കെ മേഖലയിലാണെന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻസ് ഓഫ് റോം റിമൈൻ ഇൻ ഏരിയ സച്ച് എസ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് അർബൻ പ്ലാനിങ്. എല്ലാ മേഖലയിലും ഉണ്ട് അല്ലേ. അതായത് അവർ ലാംഗ്വേജിൽ, ലിറ്ററേച്ചറിൽ, ആർട്ടിൽ, അർബൻ പ്ലാനിങ്ങിലൊക്കെ ഇവരുടെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ദ അക്യൂഡക്ട്സ് വിച്ച് ആർ ആർച്ച്ഡ് കനാൽസ് built to supply water and vast and open venue called Colosseum are the cultural contributions of Rome. അപ്പം
ഇവർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആർച്ച്ഡ് കനാൽസ് ഉണ്ടായിരുന്നു, വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള കനാൽ സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കൊളോസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു എന്താണ് ഓപ്പൺ വെന്യൂ ഉണ്ട്, അതും ഇവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. കൊളോസിയം വളരെ ഫേമസ് ആണ്. കണ്ടല്ലോ അക്യൂഡക്റ്റ്, അതിന് കനാൽ സിസ്റ്റം പോകുന്നുണ്ട്, ആർച്ച്ഡ് ആയിട്ടുള്ള കനാൽ സിസ്റ്റമാണ് അക്യൂഡക്റ്റും. പിന്നെ അതുപോലെ കൊളോസിയം കണ്ടല്ലോ, ഇതൊക്കെ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്, റോമാക്കാരുടെ കോൺട്രിബ്യൂഷനാണ്. ഇനി മേക്ക് എ നോട്ട് ഓൺ ദ ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ റോം. റോമിൽ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ട് നോക്കാം. റോം വാസ് എ മൊണാർക്കി. In the 6th century BCE, the monarchy ended. Monarchy അവസാനിച്ചു, and a new system of government called the Republic came into existence in Rome. Instead of a king, governance was entrusted to elected officials known as consuls. കിങ്ങിന് കൂടാണ്ട് നമ്മുടെ ഭരണം ആരിലായിരുന്നു? എലക്റ്റഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ ഉണ്ടായിരുന്നു, അവരുടെ കൺസൾസ് എന്ന് വിളിച്ചു. In the 1st century BCE, Julius Caesar, who held the office of consul, entered the republican system and assumed power as a dictator. ഈ BCE എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് നമ്മൾ 6 തുടങ്ങി 1 നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നേരത്തെ ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്കാണ് നമ്മൾ കൗണ്ട് ചെയ്യുക, ഫ്രണ്ടിലേക്കല്ല. നമ്മുടെ സെഞ്ചുറി നമ്മൾ 1, 2, 3 എന്നാണ്, ഇത് ബാക്കിലേക്കാണ് വരിക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെഞ്ചുറി BCയിലായപ്പോൾ എന്താ സംഭവിച്ചത്? ഈ റിപ്പബ്ലിക്കൻ സിസ്റ്റം എൻഡ് ചെയ്തിട്ട് നമ്മുടെ ജൂലിയസ് സീസർ വന്ന് അധികാരം പിടിച്ചെടുക്കുകയാണ്, ഡിക്റ്റേറ്ററായിട്ട് അയാളെ തന്നെ വാഴ്ത്തും. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അഗസ്റ്റസ് ദ റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷൻ കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ. പിന്നീട് അഗസ്റ്റസിൻ്റെ ഭരണകാലത്ത് റോമൻ റിപ്പബ്ലിക് കംപ്ലീറ്റ്ലി എന്താക്കി മാറ്റും? അയാൾ റോമ സാമ്രാജ്യമാക്കി മാറ്റുകയാണ്, റോമൻ എംപയർ. വിത്ത് ദിസ് ദ എംപറർ ബിക്കേം ദ സുപ്രീം റൂളർ. അങ്ങനെ ഇതിലൂടെ അയാളൊരു സുപ്രീം റൂളറായിട്ട്, ഒരു പരമാധികാര റൂളറായിട്ട് അദ്ദേഹം മാറുകയാണ് കേട്ടോ. ഇനി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഇന്ത്യ ആണ്. വിവാൻ റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുട്ടിയായിരുന്നു വിവാൻ. അവൻ ഇന്ത്യനെ കുറിച്ച് പറയുന്ന ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. ഹലോ, ഐ ആം വിവാൻ റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ദിസ് പ്രോഗ്രാം. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ദാറ്റ് ഫ്ലറിഷ്ഡ് അലോങ് ദി ഇൻഡസ് റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ കുട്ടി പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാരപ്പൻ സംസ്കാരം, ഹാരപ്പൻ സിവിലൈസേഷൻ എവിടെയാണ് ഫ്ലറിഷ് ചെയ്തത്? സിന്ധു നദീതടത്ത് അല്ലേ, അതായത് ഇൻഡസ് റിവറിൻ്റെയും അതിൻ്റെ ട്രൈബ്യൂട്ടറീസിൻ്റെ തീരത്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ആയത്. ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ദ ആര്യൻ സെറ്റിൽഡ് ഇൻ ദ സപ്ത സിന്ധു റീജിയൻ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എൻറ്റഡ് ആയതിനു ശേഷം ആര്യൻസ് എവിടെ സെറ്റിലായി? സപ്ത സിന്ധു റീജിയനിൽ സെറ്റിൽമെൻറ്റ് ആരംഭിച്ചു. ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സബ് കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് കേട്ടോ. ഏത് സമയത്താണ്? അറൗണ്ട് 1500 BCE. വി ഗെറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദം ഫ്രം ദ വേദാസ് റിട്ടൺ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. എവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത് ചോദിച്ചാൽ വേദങ്ങളിൽ നിന്ന്, ആ സമയത്ത് എഴുതി വെച്ച വേദാസിൽ നിന്ന് നമുക്കിതിൻ്റെ അറിവുകൾ കിട്ടുന്നുണ്ട്. ദ പീരീഡ് വെൻ വേദാസ് വർ റിട്ടൺ ഈസ് റെഫേർഡ് ടു ആസ് ദ വേദിക് ഏജ്. അപ്പോൾ ഈ വേദങ്ങൾ എഴുതി വെച്ച കാലം ഏതാണ്? വേദിക് ഏജ് എന്നറിയപ്പെട്ടു. ലേറ്റർ ദ ആര്യൻസ് മൈഗ്രേറ്റഡ് from the Sapta Sindhu region to the banks of Ganges and its tributaries. അപ്പോൾ ആദ്യം സിന്ധു നദി, അതായത് ഇൻഡസിൻ്റെ തീരത്തായിരുന്നു നമ്മൾ സെറ്റിൽമെൻറ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആര്യൻസ് എന്ത് ചെയ്തു? ആര്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻസിനെ തന്നെയാണ് കേട്ടോ. ആര്യൻസ് ഈ സപ്ത സിന്ധു റീജിയണിൽ നിന്ന് എങ്ങോട്ട് കുടിയേറി? ഗംഗാ നദിയുടെ തീരങ്ങളിലേക്കും ഗംഗയുടെ ട്രൈബ്യൂട്ടറീസിൻ്റെ തീരങ്ങളിലേക്കും കുടിയേറി. ദ ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയൺ ലെഡ് ടു ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. പിന്നീട് നമ്മുടെ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം വരുന്നുണ്ട് അല്ലേ. അയണിൻ്റെ കണ്ടുപിടുത്തം എന്തിനു സഹായിച്ചു? നമ്മുടെ കൃഷിക്ക്, അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ സഹായിച്ചു. സർപ്ലസ് പ്രൊഡക്ഷൻ ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് സെൻറ്റേഴ്സ്. അപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻ ആയപ്പോൾ നമുക്ക് എന്ത് ആവശ്യമായി വന്നു? ട്രേഡ് സെൻറ്ററുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ ആവശ്യമായിട്ട് വന്നു. ആൻഡ് ദീസ് ട്രേഡ് സെൻറ്റേഴ്സ് ലേറ്റർ ഇവോൾവ്ഡ് ഇൻ ടു അർബൻ സെൻറ്റേഴ്സ്. ഈ ട്രേഡ് സെൻറ്ററുകൾ പിന്നീട് അർബൻ സെൻറ്ററുകളായിട്ട് മാറി, വലിയ വലിയ കേന്ദ്രങ്ങളായി മാറി. ജനപദാസ് ഫോംഡ് സെൻറ്റേർഡ് അറൗണ്ട് ദീസ് അർബൻ സെൻറ്റേഴ്സ്. ഈ അർബൻ സെൻറ്ററുകളുടെ ചുറ്റുമായി ജനപദങ്ങൾ രൂപപ്പെട്ടു. ഇതാണ് ഇന്ത്യയുടെ ഷോർട്ടായിട്ട് ആ കുട്ടി പറഞ്ഞത്. ബേസ്ഡ് ഓൺ വിവാൻസ് ഡിസ്ക്രിപ്ഷൻ, ഐഡൻറ്റിഫൈ ദ ഹിസ്റ്റോറിക്കൽ പാത്വേസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഗ്രോത്ത് ഓഫ് ജനപദാസ് ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഗിവൺ ബിലോ. ജനപദാസിൻ്റെ കേസ് വെച്ചിട്ട് നമ്മൾക്കൊരു വർക്ക്ഷീറ്റ് ഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടല്ലോ,
ആദ്യം ഇവിടെ തുടങ്ങിയത് ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയേൺ. അത് അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചു, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ പ്രൊഡക്ഷൻ കൂടി, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ സർപ്ലസ് പ്രൊഡക്ഷനായി, ട്രേഡ് സെൻറ്റേഴ്സ് ഫോം ചെയ്തു, അർബൻ സെൻറ്റേഴ്സ് ഫോം ചെയ്തു, ജനപദാസ്. ഓക്കെ, ഇത് അതിൽ നിന്നുള്ളതാണ്, നമ്മളിപ്പോൾ വായിച്ച ഡിസ്ക്രിപ്ഷനിൽ നിന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഫ്രം ജനപദാസ് ടു മഹാജനപദാസ് ആണ്. ജനപദാസ് എങ്ങനെ മഹാജനപദയായിട്ട് മാറി എന്നാണ്. യു ഹാവ് സീൻ ദാറ്റ് ഇൻ ആൻഷ്യൻ ഇന്ത്യ ജനപദാസ് എമേർജ്ഡ് അറൗണ്ട് അർബൻ സെൻറ്റേഴ്സ്. ജനപദാസ് എന്തിൻ്റെ ചുറ്റുമാണ്? അർബൻ സെൻറ്റേഴ്സിൻ്റെ ചുറ്റുമാണെന്ന് നമ്മൾ പറഞ്ഞു. ഫെർട്ടൈൽ റിവർ ബാങ്ക്സ് ആൻഡ് അബണ്ടൻറ്റ് ഫോറസ്റ്റ് മെയ്ഡ് സെർട്ടൈൻ ജനപദാസ് മോർ പവർഫുൾ. അപ്പോൾ നല്ല വളക്കൂറുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള നദീതടങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ജനപദാസിനെ കൂടുതൽ പവർഫുൾ ആക്കിയത്. ദ സ്ട്രോങ്ങർ ജനപദാസ് വിച്ച് കോൺകേർഡ് നൈബറിംഗ് ജനപദാസ്. സ്ട്രോങ്ങർ ആയിട്ടുള്ള ജനപദാസ് എന്ത് ചെയ്തു? അടുത്തുള്ള ജനപദാസിനെ കോൺകർ ചെയ്തു, യുദ്ധം ചെയ്തൊക്കെ തോൽപ്പിച്ചു. അങ്ങനെ വെട്ടിപ്പിടിച്ചത് മഹാജനപദയായിട്ട് മാറുകയാണ്. ദിസ് പീരീഡ് ഓഫ് മഹാജനപദാസ് ഈസ് നോൺ ആസ് സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പീരീഡാണ്. ജനപദാസ് മഹാജനപദാസായിട്ട് മാറുകയാണ് കേട്ടോ. ഒരു ചെറിയ സെറ്റിൽമെൻ്റ് ആയിട്ടായിരിക്കും ജനപദാസ് ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക. ചെറിയ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ചെറിയ വില്ലേജ് എന്നൊക്കെ പറയാം. അത് അവർ അടുത്തുള്ള വില്ലേജിനെ ഇവർ പിടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി അവരുടെ സാമ്രാജ്യം വലുതാവല്ലേ. അങ്ങനെ വലുതായി മഹാജനപദയായിട്ട് അത് ഫോം ചെയ്യുകയാണ്. മഗധ റോസ് ടു പ്രൊമിനൻസ് ആണ് അടുത്ത ടോപ്പിക്. അതിന് മുമ്പ് നമുക്ക് എന്താണ് ജനപദ എന്നും നമുക്ക് 16 മഹാജനപദാസ് ഉണ്ട്, അതെന്താണെന്നും നോക്കാം. ജനപദ മീൻസ് ദ ലാൻഡ് വെർ പീപ്പിൾ റിസൈഡ്. ആളുകൾ താമസിക്കുന്ന സ്ഥലം ജനപദ. പീപ്പിൾ ഹു എക്സ്റ്റാബ്ലിഷ് അഗ്രികൾച്ചർ ഫീൽഡ് ആൻഡ് റെസിഡൻഷ്യൽ സോൺസ് ഇൻ റിസോഴ്സ് റിച്ച് ഏരിയ സ്റ്റാർട്ടഡ് ടു സെറ്റിൽ ദർ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കൃഷി ചെയ്യുന്നവരും അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, അവിടെ തന്നെ അവർ വീടൊക്കെ വെച്ച് അവിടെ താമസിക്കും അല്ലേ. കുറേ റിസോഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വെള്ളമുണ്ട്, കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്, അവർക്ക് കുറേ കന്നുകാലികളുണ്ട്, അവരെന്ത് ചെയ്യും, നദിയുടെ തീരത്ത് തന്നെ സെറ്റിൽമെൻറ്റുകൾ ആരംഭിക്കും. അങ്ങനെ പതുക്കെ അവരെ ജനപദാസ് ഫോം ചെയ്യണം. കുറച്ച് ആളുകൾ ആദ്യം ഉണ്ടാവുള്ളൂ, പിന്നെ കുറച്ച് കൂടുതൽ ആളുകളാവും, അങ്ങനെ ഒരു ഗ്രൂപ്പ് ആവും, ഒരു കമ്മ്യൂണിറ്റി, ഒരു വില്ലേജ് ആവും, ഇങ്ങനെ കേട്ടോ. അങ്ങനെ ജനപദാസ് ഫോം ചെയ്തു. അതിനുശേഷമാണ് മഹാജനപദാസിൻ്റെ ഫോർമേഷൻ. 16 മഹാജനപദാസ് ഉണ്ട്. ഏതൊക്കെയാ? കാംബോജ, ഗാന്ധാര, മഗധ, അങ്ക, വാജി, മല്ല, കാശി, വത്സ, കോശല, ചേതി, പാഞ്ചാല, അശ്മക, അവന്തി, ശൂരസേന, പുരു ആൻഡ് മത്സ്യ were the 16 മഹാജനപദാസ്. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മഹാജനപദ മഗധയാണ് കേട്ടോ. മഗധ പറഞ്ഞ ഇന്നത്തെ ബീഹാറാണ്. ഇൻ ദ 6th century BCE among the 16 മഹാജനപദാസ് മഗധ became prominent force. അപ്പോൾ 6ാം നൂറ്റാണ്ടിൽ ഏറ്റവും എന്താ പറയുക, പ്രോമിനൻ്റ് ആയ മഹാജനപദ ഏതാ ചോദിച്ചാൽ മഗധയാണ്. ഓക്കെ, നോക്കാം മഗധയുടെ ലൊക്കേഷൻ കണ്ടല്ലോ. ഇതാണ് മഗധ, ഇവിടെയായിട്ടാണ് വരിക. ഇന്നത്തെ ബീഹാർ പ്രവിശ്യൊക്കെയാണ് നമുക്കിതിൽ പറയാൻ പറ്റുക. Let's examine the factors that helped Magadha's emergence as a prominent മഹാജനപദ. എങ്ങനെ മഗധ ഒരു മഹാജനപദയായി മാറി എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകത ഇത്രയേ ഉള്ളൂ, പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി ആയിരുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അധികാരികളും മിലിറ്ററി ഫോഴ്സും സ്ട്രോങ് ആയിരുന്നു മഗധയ്ക്ക്. പിന്നെ പ്രസൻസ് ഓഫ് അയൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അവിടെ ഇരുമ്പയിര്, അതായത് അയണിൻ്റെ ഓർ ഉണ്ടാവും, അത് ഒരുപാട് ഉണ്ടായിരുന്നു ഈ മഗധ റീജിയണിൽ. പിന്നെ അവർ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി അയൺ വെപ്പൺസ്, അത് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇരുമ്പിൻ്റെ ആയുധങ്ങളും ടൂൾസും ഉണ്ടാക്കി തുടങ്ങി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗാൻജസ് ആൻഡ് ഇറ്റ്സ് ട്രൈബ്യൂട്ടറീസ്. പിന്നെ അതുപോലെ ഗംഗയുടെയും അതിൻ്റെ തീരങ്ങളും, അതിലൂടെ ഗംഗാ നദിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തീരത്തായതുകൊണ്ട് ഇവർക്ക് ഫെർട്ടൈൽ അഗ്രികൾച്ചറൊക്കെ ഇവരുടെ ഭയങ്കര പ്രോഗ്രസ്സിൽ പോകാൻ തുടങ്ങി. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ, അതോടുകൂടി ഇവർക്ക് അഗ്രികൾച്ചറിലും ട്രേഡിലും നല്ല ലാഭവും പ്രോഗ്രസ്സും കിട്ടി. അങ്ങനെയാണ് മഗധ ഭയങ്കര പവർഫുള്ളായിട്ട് മാറുന്നത്. Initially, Rajagriha, Rajgir in Bihar and later Padaliputra, Patna served as the capitals of Magadha. അപ്പോൾ മഗധേൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം രാജഗൃഹ, അതായത് ബീഹാറിലെ രാജ്ഗീർ എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. പിന്നീട് ഇവർ പാടലിപുത്ര, പാട്ന, ഇന്നത്തെ പാട്നയാണ് കേട്ടോ, പാടലിപുത്രയായി ഇവരുടെ ക്യാപിറ്റൽ. മഗധയ്ക്ക് അങ്ങനെ 2 ഡിഫറെൻറ്റ് ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു മാറിയിട്ട്. ഓക്കെ, ഇനി മഗധ ഭരിച്ചിരുന്ന പ്രോമിനൻറ്റ് റൂളേഴ്സാണ് ഇവർ. ബിംബിസാര, അജാതശത്രു, മഹാപത്മനന്ദ, ധനനന്ദയൊക്കെ. ഓക്കെ, ദെൻ ദ മൗര്യ കിങ്. ഇനി അടുത്ത മൗര്യ കിങ്ഡം ആണ് കേട്ടോ. മൗര്യ കിങ്ഡം ഇൻ
321 BC, ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റഡ് ധനനന്ദ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ ധനനന്ദനൻ, നമ്മുടെ ഈ മഗധ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ റൂളറാണ് ധനനന്ദൻ. ഈ ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ 321 BC എന്ത് ചെയ്തു? മഗധ പിടിച്ചെടുത്തു. ഓക്കെ, ആ പവർ അങ്ങ് പിടിച്ചെടുത്തു. ഇറ്റ് വാസ് ചന്ദ്രഗുപ്ത മൗര്യ ഹു എക്സ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യ കിങ്ഡം ബൈ അനക്സിങ് നിയർ ബൈ റീജിയൻസ് ടു മഗധ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ്, മൗര്യ ഡൈനാസിറ്റിയിൽ വരുന്ന ചന്ദ്രഗുപ്ത മൗര്യനാണ് മഗധയും മഗധയുടെ ചുറ്റുള്ള ഭാഗങ്ങളും പിടിച്ചെടുത്തു. ദെൻ അവർ എന്ത് സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടാവും? മൗര്യ ഡൈനാസിറ്റി കേട്ടോ. ഇറ്റ് വാസ് കൗടില്യ, ഓൾസോ നോൺ as ചാണക്യ, his minister who helped Chandragupta Maurya to transform Magadha into an expansive kingdom and in establishing an efficient administrative system. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത മൗര്യന് ഒരു മിനിസ്റ്റർ ഉണ്ട്, അയാളെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കണത് നിങ്ങൾ കഥയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു ചാണക്യൻ. കൗടില്യൻ, അയാളുടെ വേറൊരു പേരാണ് ചാണക്യ. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മിനിസ്റ്ററാണ്. മഗധേനെ വലിയൊരു എക്സ്പാൻസീവ് കിങ്ഡം ആക്കി മാറ്റാനും എങ്ങനെ നല്ല രീതിയിൽ ഭരണം നടത്താമെന്നും പഠിപ്പിച്ചത്, ഈ ഉപദേശങ്ങൾ കൊടുക്കുന്ന ചാണക്യനായിരുന്നു. ചാണക്യൻ്റെ സഹായത്തോടു കൂടി ചന്ദ്രഗുപ്ത മൗര്യൻ അതൊക്കെ ചെയ്തു. ദെൻ അശോക, the eminent Mauryan ruler, expanded the kingdom further by conquering regions like Kashmir and Kalinga, present day coastal Odisha. പിന്നീട് അശോക വന്നു. അശോക രാജാവ് മൗര്യൻ റൂളറാണ്. കിങ്ഡം ഒന്നും കൂടി അദ്ദേഹം എക്സ്പാൻഡ് ചെയ്തു. അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു, യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുകയാണ്. കാശ്മീർ, അതുപോലെ കലിംഗ ഇന്നത്തെ ഒഡീഷ റീജിയൻ ആണ്, അതെല്ലാം അവർ പിടിച്ചെടുക്കും. അങ്ങനെ മൗര്യ ഡൈനാസിറ്റി, മൗര്യ സാമ്രാജ്യത്തിന്, മൗര്യ കിങ്ഡം കണ്ടോ, ഈ ഒരു മാപ്പിൽ കാണുന്ന പോലെ ഇത്രയും മൗര്യ കിങ്ഡത്തിൻ്റെ ഭാഗമാണ്. അവർ ഫുള്ള് ഏകദേശം ഇന്ത്യയുടെ 3/4 ഭാഗത്തോളം ആര് പിടിച്ചെടുക്കുകയാണ്? മൗര്യ കിങ്ഡം അവർ പിടിച്ചെടുക്കുകയാണ് കേട്ടോ. അടുത്തത്, ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ മഗധ വിച്ച് വാസ് എ മഹാജനപദ ഗ്രൂ ഇൻ ടു പവർഫുൾ മൗര്യ കിങ്ഡം. കണ്ടല്ലോ, മഹാജനപദയിലൊന്നായ മഗധ മൗര്യ ഡൈനാസിറ്റി, മൗര്യ കിങ്ഡമായിട്ട് എങ്ങനെ മാറി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. Magadha was one of the most powerful Mahajanapadas in ancient India. It was located in the region of present-day Bihar. Kings like Bimbisara and Ajatashatru expanded Magadha by conquering nearby Janapadas. Magadha had a well-trained army with elephants, horses and soldiers. This helped in winning battles. The land was fertile and rivers like Ganga helped in farming and transport. It was easy to grow crops and trade. Magadha had plenty of iron which was used to make tools and weapons. Magadhan rulers made clever alliances and sometimes even married princesses of other kingdoms to gain power. Later, a brave and intelligent leader named Chandragupta Maurya took control of Magadha. With the help of his teacher Chanakya, he defeated the Nanda kings and started the Maurya dynasty. His grandson Ashoka became one of the greatest emperors in Indian history. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്, മഗധയായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് മഗധ ആര് പിടിച്ചെടുക്കുകയാണ്? ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ ടീച്ചർ മാത്രമല്ല കേട്ടോ കൗടില്യ, ചാണക്യ, അദ്ദേഹം മന്ത്രിയും കൂടിയാണ്. ഇവിടെ ടീച്ചർ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ബട്ട് മിനിസ്റ്ററും കൂടിയാണ്. അയാളുടെ സഹായത്തോട് കൂടിയിട്ട് മഗധ രാജാവായ മഹാപത്മനന്ദനെ പരാജയപ്പെടുത്തുന്നുണ്ട്, നന്ദ കിങ്സിനെ പരാജയപ്പെടുത്തിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ ഡൈനാസിറ്റി എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗ്രാൻഡ് സൺ ആണ് അശോക. അശോക വന്നതോട് കൂടിയിട്ട് ഓൾമോസ്റ്റ് ബാക്കി റീജിയൻസും കൂടി എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. അങ്ങനെയാണ് മൗര്യ സാമ്രാജ്യം രൂപം കൊള്ളുന്നത് കേട്ടോ. അടുത്തത്, philosophies of ancient India. We have seen the state formation in ancient India. Now let us become familiar with some philosophies that emerged during the period. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഏകദേശം ആൻഷ്യൻ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് ആ കാലഘട്ടത്തിലുണ്ടായ ഫിലോസഫിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വർദ്ധമാന മഹാവീരനെ കുറിച്ചും ബുദ്ധനെ കുറിച്ചും ഒക്കെ. അതേപോലെ അവരുടേതാണ് ഈ ജൈനിസം, ബുദ്ധിസം. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Jainism was a philosophy that emerged in India during the 6th century BC. ഈ 6ാം നൂറ്റാണ്ടിൽ 6th BCയിൽ തന്നെയാണ് ജൈനിസം എമേർജ് ചെയ്യുന്നത്. ഇറ്റ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ വർദ്ധമാന മഹാവീര. ആരാണ് അതിൻ്റെ പ്രൊപ്പഗേറ്റർ? വർദ്ധമാന മഹാവീരനാണ്. ഹി വാസ് ദി 24th തീർത്ഥങ്കർ ഓഫ് ജൈനിസം. അപ്പോൾ ഈ ജൈനിസത്തിൽ സന്യാസിമാരെയൊക്കെ തീർത്ഥങ്കരന്മാർ എന്നാണ് പറയുക കേട്ടോ, തീർത്ഥങ്കര. ഹീസ് ഓൾസോ നോൺ ജിന. അപ്പോൾ അയാളെയാണ് നമ്മൾ ജിന എന്ന് വിളിച്ചത്. ജിനയുടെ മീനിങ് ദ കോൺക്കറർ ഓഫ് വേൾഡ്ലി ഡിസയേഴ്സ് ആണ്. ദ കോൺക്കറർ ഓഫ് വേൾഡ്ലി ഡിസയേഴ്സ്. ഓക്കെ.
ഇനി ഇവരുടെ ഐഡിയാസ്, ജൈനിസം ഫോളോ ചെയ്യുന്ന നമ്മുടെ ഹിന്ദുയിസം ഒക്കെ പോലെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ ഈ ജൈനിസം ബുദ്ധിസം എന്നൊക്കെ പറയുന്നത്. ആ ഐഡിയൽസ് ഓഫ് ജൈനിസം എന്താണെന്ന് ചോദിച്ചാൽ ഓൾ തിങ്സ് ഹാവ് ലൈഫ്, എല്ലാ തിങ്സിനും ജീവനുണ്ട്. നോ ലിവിങ് തിങ് ഷുഡ് ബി ഹാംഡ്, അഹിംസ ഫോളോ ചെയ്തു. ഒരു ജീവനുള്ള വസ്തുവിനെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ, മോഷ്ടിക്കാനോ നുണ പറയാനോ പാടില്ല. പ്രാക്ടീസ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളേജ്, റൈറ്റ് ആക്ഷൻ. ത്രിരത്ന, അതായത് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ ആക്ഷൻ. ഓക്കെ, അതന്നെയാണ് ട്രൈരത്ന എന്ന് പറയുന്നത്. ത്രിരത്ന എന്ന് മലയാളത്തിൽ പറയും. ആരാണ് ഈ തീർത്ഥങ്കരാസ് എന്ന് നോക്കാം. നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. തീർത്ഥങ്കര mean one who has attained wisdom through asceticism. According to Jain beliefs, there were 24 തീർത്ഥങ്കരാസ്. അപ്പോൾ ഈ ജൈനിസം ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരാണ് ഈ തീർത്ഥങ്കരാസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 24 തീർത്ഥങ്കരന്മാരാണ്. അതിൽ നമ്മൾ ഇദ്ദേഹത്തിന് വർദ്ധമാന മഹാവീരൻ 24ാമത്തെ ആളാണ്. ഇനി ബുദ്ധിസമാണ്. ബുദ്ധിസം വാസ് അനദർ മേജർ ഫിലോസഫി ദാറ്റ് എമേർജ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായ മേജർ ഫിലോസഫി ആണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഗൗതമ ബുദ്ധനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഹിസ് ഒറിജിനൽ നെയിം വാസ് സിദ്ധാർത്ഥ. നിങ്ങൾ ബുദ്ധൻ്റെ കഥകളിലൊക്കെ ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്താ? സിദ്ധാർത്ഥ. ആഫ്റ്റർ അറ്റൈനിങ് എൻലൈറ്റൻമെന്റ് അറ്റ് ബോധ് ഗയ ആൻഡ് ബീഹാർ, ഇദ്ദേഹത്തിന് ജ്ഞാനോദയം സംഭവിച്ചത്. ജ്ഞാനോദയം കിട്ടിയത് എവിടെന്നാ ചോദിച്ചാൽ ബീഹാറിലെ ബോധ് ഗയയിൽ വെച്ചിട്ടാണ് കേട്ടോ. അദ്ദേഹം ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ധ്യാനിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധോദയം, എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്, ജ്ഞാനോദയം ലഭിക്കുന്നത്. ഹി കെയിം ടു ബി നോൺ എസ് ഗൗതമ ബുദ്ധ. അതിനുശേഷം അദ്ദേഹം ഗൗതമ ബുദ്ധനായിട്ട് അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ ബുദ്ധിസത്തിന്റെ ഐഡിയാസ് എന്തൊക്കെയാ ചോദിച്ചാൽ ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. ഡു നോട്ട് ലൈ, നുണ പറയരുത്. ബി ഓണസ്റ്റ്, സത്യസന്ധരായിരിക്കുക. ഡു നോട്ട് കോവറ്റ് അതേഴ്സ് വെൽ, മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കാനോ മോഷ്ടിക്കാനോ ചെയ്യരുത്. ഓക്കെ, അനലൈസ് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ ഐഡിയൽസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ഈ ജൈനിസത്തിലും ബുദ്ധിസത്തിലും വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നമുക്കത് നോക്കാം. അഹിംസ, non-violence, both religion states that we should not harm any, both region ആണ് കേട്ടോ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, അല്ല ബോത്ത് റിലീജിയൻ തന്നെ, ശരി തന്നെയാണ്. അഹിംസ എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. രണ്ട് റിലീജിയനിലും എന്ത് തന്നെയാണ് പറയുന്നത്? ഒരേ കാര്യം തന്നെയാണ് പറയണത്. വി ഷുഡ് നോട്ട് ഹാം എനി ലിവിങ്, നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കരുത്. ബോത്ത് റിലീജിയൻസ് എൻകറേജ് സിമ്പിൾ ലൈഫ് വിത്തൗട്ട് ഗ്രീഡ് ഓർ ടു മെനി ഡിസൈഡ്. നമ്മൾ ഈ രണ്ടിലും പറയുന്നത് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ജീവിതം നയിക്കുക. അത്യാഗ്രഹമോ അതുപോലെ ഓവറായിട്ടുള്ള ആഗ്രഹങ്ങളോ നമുക്ക് പാടില്ല. ബോത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം ഓപ്പോസിറ്റ് ദ കാസ്റ്റ് സിസ്റ്റം. ബുദ്ധിസത്തിലും ജൈനിസത്തിലും അവർ കാസ്റ്റിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. സെൽഫ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ, വൺ മസ്റ്റ് കൺട്രോൾ ദെയർ മൈൻഡ്. അതുപോലെ സെൽഫ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ ആണ് അടുത്തത്. വൺ മസ്റ്റ് കൺട്രോൾ ദെയർ മൈൻഡ്, അവോയ്ഡ് ആങ്കർ ആൻഡ് ഫോളോ ഗുഡ് ബിഹേവിയർ. എന്താ ചെയ്യണത്? ദേഷ്യം, ഇത് മറ്റേ ആങ്കർ ആട്ടോ, ദേഷ്യമാണ്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അവോയ്ഡ് ആങ്കർ ആണ്, ദേഷ്യം വരാൻ പാടില്ല നമുക്ക്. നമ്മൾ ഗുഡ് ബിഹേവിയർ ഫോളോ ചെയ്യുക. ബോത്ത് റിലീജിയൻസ് ഫോക്കസ്ഡ് ഓൺ മെഡിറ്റേഷൻ, രണ്ടും മെഡിറ്റേഷൻ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്, ധ്യാനിക്കാൻ. ടു ഗെയിൻ ഇന്നർ പീസ് ആൻഡ് ട്രൂ നോളേജ്, നമ്മളുടെ ഉള്ളിലെ സമാധാനം, നമുക്ക് സമാധാനം ലഭിക്കാനും ശരിയായ നോളേജ് ലഭിക്കാനും മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് റിലീജിയൻസ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ കോംപ്ലിക്കേറ്റഡ് റിച്വൽസ് ഓർ സാക്രിഫൈസസ് ഡൺ ബൈ പ്രീസ്റ്റ്. ദേ ബിലീവ്ഡ് ഇൻ പേഴ്സണൽ എഫേർട്സ് ടു അറ്റൈൻ സാൽവേഷൻ. അപ്പോൾ എന്താ പറയണത്? നമ്മൾ ഈ അമ്പലങ്ങളിലും ഉള്ള പ്രീസ്റ്റ് അറിയാലോ, ആ പൂജകളിലോ കർമ്മങ്ങളിലോ ഒന്നും ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ട് മതങ്ങളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തില്ലേ, എല്ലാ മതത്തിലുണ്ടല്ലോ അതൊന്നും ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ വിശ്വസിച്ചത് എന്താ? ദേ ബിലീവ്ഡ് ഇൻ പേഴ്സണൽ എഫേർട്സ് ആൻഡ് ടു അറ്റൈൻ സാൽവേഷൻ. നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ, നമുക്ക് നിർവ്വാണം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് കേട്ടോ. അടുത്തത് ചർവക ഫിലോസഫി ആണ്. അനദർ ഫിലോസഫി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ ഇന്ത്യ വാസ് ചർവക ഫിലോസഫി. ഇത് നമുക്കങ്ങനെ പഠിക്കാനില്ല ചർവക ഫിലോസഫിനെ കുറിച്ച്, പക്ഷെ ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫിയാണിത്. ഇറ്റ് വാസ് ഓൾസോ നോൺ എസ് ലോകയാത എന്നറിയപ്പെടുന്നു. ചർവക ഫിലോസഫി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് എൻക്വയറി റാദർ ദാൻ ദാറ്റ് ഓഫ് ബിലീഫ്. ഇവർ വിശ്വാസങ്ങളല്ല, ഇവർ എൻക്വയറിയിലാണ് വിശ്വസിക്കുന്നത്. അന്വേഷണം എന്ന് പറയില്ലേ, അതായിരുന്നു ഇവരുടെ ഒരു തിയറി കേട്ടോ.
അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഏകദേശം തീർന്നു. ഈ ലാസ്റ്റ് പറയുന്നത് from the 6th century BC onwards, new perspectives began to form in all domains of human life across the world. In this lesson, we discussed the political and philosophical developments that took place in different parts of the world during this period. അപ്പോൾ നമ്മൾ 6th century BCE മുതലാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ആൻഡ് വി ഹാവ് ഓൾസോ ബിക്കം ഫെമിലിയർ വിത്ത് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ഫീൽഡ് സച്ച് എസ് സ്റ്റേറ്റ് ഫോർമേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, കൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഇതെല്ലാം നമ്മളിതിൽ പഠിച്ചു. ഓരോ രാജ്യത്തെ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചു. ഇൻ ദ ഫോളോവിങ് ലെസൺസ് വി വിൽ ഫർദർ എക്സ്പ്ലോർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഇനിയുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ പഠിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ഏർലി സ്റ്റേറ്റ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. മലയാളം മീഡിയത്തിൻ്റെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.